ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഓർഡർ ഫോളോ ചെയ്യണം. ഓർഡർ ഫോളോ ചെയ്തില്ലെങ്കിൽ എല്ലാ ഏരിയസും ചിലപ്പം കവർ ചെയ്യണമെന്നില്ല. ആദ്യമായി നമ്മൾ എപ്പോഴും ലോവർ റൈറ്റ് സൈഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മിക്കവാറും എല്ലാവരും സൈഡിൽ നിന്ന് തുടങ്ങും. സൈഡിൽ നിന്നല്ല നമ്മൾ തുടങ്ങേണ്ടത്, താഴത്തെ പല്ലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ബാക്ക് മോസ്റ്റ് സൈഡ്, അതായത് ഈ ലാസ്റ്റ് പല്ലിൻ്റെ ബാക്ക് സർഫസിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡലിൽ കാണാമല്ലോ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടൂത്ത്. ആ ലാസ്റ്റ് ടൂത്തിൻ്റെ ബാക്ക് സർഫസ് ഇവിടെ ആരും തേക്കാറില്ല. അപ്പോൾ ഇവിടെ ഫുഡ് ഒട്ടിപ്പിടിച്ച് ഇരുന്ന് ഇവിടെ കേട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ നമ്മുടെ കവിള് നല്ലതായിട്ട് അകത്തിയാലേ ഈ ബാക്ക് സർഫസിൽ നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് ഇവിടെ സ്ക്രബ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇവിടെ ചെയ്ത് തുടങ്ങിയതിന് ശേഷമേ നമ്മൾ സൈഡിലോട്ട് നീക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഷ് നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിൽ വേണം പിടിക്കാനായിട്ട്. 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് പിടിച്ചാലേ ഇവിടെ സൈഡിലിരിക്കുന്ന, അതായത് മോണയും പല്ലും തമ്മിൽ ചേരുന്ന ആ ജംഗ്ഷനിലിരിക്കുന്ന പ്ലാക്കിനെ നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം 3 പല്ലിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ തേക്കരുത്. അപ്പോൾ നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ബ്രഷ് നമ്മൾ പതുക്കെ വായ്ക്കകത്തോട്ട് കയറ്റി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കവിളിനെ ബ്രഷ് കൊണ്ട് തന്നെ അകത്തി ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. നമ്മൾ സാധാരണ ഇങ്ങനെ പിടിച്ചങ്ങ് തുടങ്ങും. ഇങ്ങനെ തുടങ്ങുന്നതിന് പകരം ആ ബ്രഷ് ബാക്കിലോട്ട് കൊണ്ടുപോയി എത്തിക്കണം. അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ കൊണ്ടെത്തിച്ചതിന് ശേഷം അവിടെ ഒരു 5 to 10 ടൈംസ് സ്ക്രബ് ചെയ്യണം. ഓക്കെ, എന്നിട്ടേ നമ്മൾ സൈഡിലോട്ട് വരാവും. ഓക്കെ, അപ്പോൾ സൈഡിലോട്ട് വന്ന് 45 ഡിഗ്രി ആംഗിളിൽ ബ്രഷ് ചരിച്ച് പിടിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ നീട്ടി തേക്കുമ്പോഴാണ് പുളിപ്പും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ച് 2-3 പല്ലിൽ കൂടുതൽ കവർ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് നീറ്റിലൊക്കെ ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം നമ്മൾ യൂസ് ടു അല്ലല്ലോ ഇങ്ങനത്തെ രീതിയിൽ. അത് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും കേട്ടോ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കവർ ചെയ്ത് വരണം. 3 പല്ല് 45 ഡിഗ്രി നല്ല സ്ക്രബ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഈ കോമ്പല് വരെ നമ്മളങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ചു. ഇവിടെ കൊണ്ടെത്തിച്ചതിന് ശേഷം ബ്രഷിനെ തിരിക്കുക. ബ്രഷിനെ തിരിച്ചതിന് ശേഷം ഈ സൈഡിലെ കോമ്പലിൽ നിന്ന് വീണ്ടും അങ്ങനെ 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ച് ബാക്കിലോട്ട് വീണ്ടും കൊണ്ടെത്തിക്കണം. അത് മറക്കരുത്. നമ്മൾ വീണ്ടും ബാക്കിലോട്ട് കൊണ്ടുപോയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ച് തീർന്നു. അതിനുശേഷം വീണ്ടും ബ്രഷിനെ ചരിച്ച് ഇവിടെയും ഗം മാർജിനുണ്ട്, ഇവിടെയും മാർജിനുണ്ട്, അവിടെയും നമ്മൾ ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ചരിച്ച് പിടിച്ച് 3 ടീത്ത് അറ്റ് എ ടൈം. പിന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ വരിക. ഫ്രണ്ടിൽ അകം വശം നമ്മളിങ്ങനെ സാധാരണ എല്ലാവരും ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇങ്ങനെ പിടിക്കുമ്പോൾ എന്തോ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ പല്ല് കവർഡ് ആകുന്നില്ല. കവർഡ് ആകാത്തപ്പോൾ വീണ്ടും അവിടെ അഴുക്കിൻ്റെ റെമിനൻസ് ഇരിക്കും. കൂടുതൽ അഴുക്ക് കട്ട പിടിച്ചിരിക്കുന്ന ഈ സ്ഥലമാണ്. നമ്മുടെ തുപ്പലും ഫുഡിൻ്റെ അംശങ്ങളും എല്ലാം അക്യൂമുലേറ്റ് ചെയ്ത് കട്ട പിടിച്ച് ഇവിടെ അഴുക്ക് പിടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബ്രഷിനെ നേരെ പിടിക്കണം. നേരെ പിടിച്ച് ഓരോ പല്ല് വീതം ഇവിടെ 5 to 10 ടൈംസ് വെച്ച് തേക്കണം. ചെറിയൊരു ആംഗുലേഷൻ മാറ്റി വേണം തേക്കാനായിട്ട്. വീണ്ടും ബ്രഷിനെ നമ്മൾ ചരിക്കുന്നു. എന്നിട്ട് ഈ സൈഡ് വെച്ച് കവർ ചെയ്ത് താഴത്തെ പല്ല് ബ്രഷിങ് കംപ്ലീറ്റ് ആകുന്നു. നമ്മൾ ഈ ഒരു റൂട്ട് ഫോളോ ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ സ്റ്റക്കായി നമ്മളൊരു കാര്യം പെട്ടെന്ന് ആലോചിച്ച് അത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എവിടം വരെ പല്ല് തേച്ചു, ഇനി എനിക്ക് എത്രത്തോളം തേക്കാനുണ്ട്. അതാണ് ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നതിൻ്റെ ഗുണം. ഇനി നമ്മൾ മേളിലത്തെ പല്ല് തേക്കാൻ പോവാണ്. മേളിലും ഇതേപോലെ തന്നെ മേളിൽ നിന്ന് റൈറ്റ് സൈഡ് ബാക്ക് സർഫസിൽ നിന്ന് കവർ ചെയ്യാൻ പോവാം. ഒരു ചെറിയൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് ഞാൻ കാണിച്ചു തരാം. മുളെ ആ വിരലെടുത്തിട്ട് ഈ പല്ലിൻ്റെ അവിടോട്ടൊന്ന് വെച്ചേ, അവ അടച്ചേ. നിങ്ങളും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ചൂണ്ടുവിരലെടുത്തിട്ട് നമ്മുടെ ബാക്കിലത്തെ പല്ലിൻ്റെ അവിടോട്ടൊന്ന് വെച്ച് അടച്ചു പിടിക്കണം. എന്നിട്ട് പതുക്കെ തുറക്കണം. തുറന്നേ. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ആ വിരൽ താഴോട്ട് നീങ്ങും, ഒരു എല്ല് തടയും. ആ എല്ല് പുഷ് ചെയ്താണ് നമ്മുടെ വിരൽ താന്ന് പോകുന്നത്. അപ്പം ബ്രഷും അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ ബ്രഷിനെ ആ ബാക്കിലത്തെ സർഫസിനെ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ വീണ്ടും ഈ ബ്രഷ് ഇങ്ങനെ താന്ന് പോകും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിരൽ അവിടെ വെച്ച് നിങ്ങളവിടെ വിരൽ വെച്ചുകൊണ്ടിരുന്നോ, എന്നിട്ട് സ്വല്പം അടയ്ക്കണം. എന്നിട്ട് താടി എന്നെ നോക്കണം, താടി റൈറ്റിലോട്ട് നീക്കണം.
ഇങ്ങനെ റൈറ്റിലോട്ട് നമ്മൾ നീക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വിരൽ കയറ്റാനുള്ള സ്ഥലം കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബ്രഷ് ബാക്കിലത്തെ പല്ലോട്ട് കൊണ്ടെത്തിക്കുന്നു. ആ സമയത്താണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ചെയ്യേണ്ടത്. കുറച്ച് വാടച്ച് റൈറ്റ് സൈഡിലോട്ട് നീക്കണം. എന്നിട്ട് ബാക്കിൽ നിന്ന് തുടങ്ങണം. ഫ്രണ്ട് സൈഡിൽ നിന്നല്ല, ബാക്കിൽ നിന്ന് തുടങ്ങി 10 വട്ടം ക്ലീൻ ചെയ്തതിന് ശേഷം സൈഡിലോട്ട് വരിക. മറക്കരുത്, ബ്രഷ് ചരിച്ച് വേണം പിടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ 45 ഡിഗ്രി സൈഡിലോട്ട് വന്ന് ഈ ലെഫ്റ്റ് സൈഡിലെ കോമ്പൽ വരെ എത്തിക്കുന്നു. വീണ്ടും ബ്രഷിനെ ചരിക്കുന്നു. ഇവിടുന്ന് വീണ്ടും ചരിച്ച് 3 ടീത്ത് അറ്റ് എ ടൈം, 3 പല്ല് കവർ ചെയ്ത് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോൾ എന്തോ ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വാടച്ച് താടി ലെഫ്റ്റിലോട്ട് ചരിക്കുന്നു. അപ്പോൾ ബ്രഷിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ വീണ്ടും താഴെ കാണിച്ചതുപോലെ തന്നെ അകത്ത് തേക്കുന്നു. ഓക്കെ, ഗംസിലോട്ട് ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നേരെ ബ്രഷിനെ പിടിച്ച് ഓരോ പല്ലുമായിട്ട് കവർ ചെയ്യണം കേട്ടോ. വീണ്ടും ബ്രഷിനെ ചരിച്ച് പിടിക്കുന്നു, ഈ സൈഡ് കവർ ചെയ്യുന്നു. ലാസ്റ്റിൽ നമ്മൾ ചവയ്ക്കുന്ന ഏരിയസ് ക്ലീൻ ചെയ്ത് ബ്രഷിങ് നിർത്തുന്നു.